കേരളത്തിൻ്റെ പച്ചപ്പിനും ശാന്തതയ്ക്കും നടുവിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ ദൈവിക ശക്തിയോടെ ഉയർന്നു നിൽക്കുന്ന ഒരു പുണ്യഭൂമിയുണ്ട്. 40 ഏക്കർ ശാന്തികാട്ട് ശ്രീ ഭദ്രകാളി മഹാദേവ ക്ഷേത്രം. ഭക്തിയുടെയും ആത്മീയതയുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും അപൂർവ സംഗമമായ ഈ ക്ഷേത്രം ഓരോ ഭക്തൻ്റെയും മനസ്സിനും ഒരു ദൈവിക അനുഭവം സമ്മാനിക്കുന്നു. ശ്രീ ഭദ്രകാളി അമ്മയുടെ ശക്തിയും മഹാദേവന്റെ അനുഗ്രഹവും നിറഞ്ഞ ഈ ശാന്തികാട്ട് മനസ്സിന് സമാധാനവും ആത്മാവിന് വിശുദ്ധിയും പകരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കാടുകളും പുഴകളും പ്രകൃതിയുടെ സംഗീതവും ചുറ്റിപ്പറ്റിയ ഈ വിശുദ്ധ സ്ഥാനത്തിന്റെ ചരിത്രവും വിശേഷങ്ങളും ദൈവിക അനുഭവങ്ങളും ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ മലനിരകളുടെയും കാടുകളുടെയും നിശബ്ദതയുടെയും നടുവിൽ ആത്മീയതയുടെ പ്രകാശമായി നിലകൊള്ളുന്ന ഒരു ദൈവിക സാന്നിധ്യത്തിലാണ്. തൊടുപുഴ കരിമണ്ണൂരിൽ നിന്ന് തൊമ്മങ്ങോട്ട് പോകുന്ന വഴിയാണ് 40 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ശാന്തികാട്ട് ശ്രീ ഭദ്രകാളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന റൂട്ടിൽ നിന്നും 50 മീറ്റർ അകലെ പച്ചപ്പും കാടുകളും ചുറ്റിപ്പറ്റിയ ദൈവിക ഭൂമിയിലാണ് ഈ വിശുദ്ധ ക്ഷേത്രം ഉയർന്നു നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ വലതുവശത്തുകൂടി അതിമനോഹരമായി ഒഴുകുന്ന തൊമ്മങ്ങോട്ട് പുഴ. പുഴയുടെ ശബ്ദവും കാടിൻ്റെ നിശബ്ദതയും ഒന്നിച്ചു ചേരുമ്പോൾ ഇവിടെ എത്തുന്ന ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ഒരു അപൂർവ ആത്മീയ അനുഭവം ഉണരുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ശക്തിയുടെ പ്രതീകമായ ശ്രീ ഭദ്രകാളി അമ്മയും കരുണയും അനുഗ്രഹവും നിറഞ്ഞ മഹാദേവനുമാണ്. ഉപദേവന്മാരായി ഗണപതി ഭഗവാനും യക്ഷി അമ്മയും ബ്രഹ്മരസസും വീരഭദ്രനും നാഗദൈവങ്ങളും കുടികൊള്ളുന്നു. ഉത്സവ ചടങ്ങുകളും ആചാരങ്ങളും ഭക്തിപൂർവ്വം ഇവിടെ നടത്തിപ്പോഴുന്നു. ക്ഷേത്രത്തിൻ്റെ വലതുവശത്ത് ചാമുണ്ടേശ്വരിയെ വിശിഷ്ട പ്രതിഷ്ഠയോടുകൂടി നിലകൊള്ളുന്നു. ചാമുണ്ടേശ്വരിക്ക് എല്ലാ ദിവസവും പൂജയും കുരുതിയും നടത്തിവരുന്നു. എല്ലാ മാസവും ആയില്യത്തിൻ്റെ അന്ന് 100 കാലം നാഗരാജാവിന് നാഗയക്ഷിക്കും നടത്തിപ്പോഴുന്നു. ഒരു കാലത്ത് മലയാള മാസം 1-ാം തീയതി മാത്രമായിരുന്നു ഇവിടെ ദർശനമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 10 മണി വരെ ഇവിടെ ദർശനം നൽകുന്നു. പ്രകൃതിയും ഭക്തിയും ആത്മീയതയും ഒത്തുചേർന്ന ഈ അത്ഭുത ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കിനി പ്രവേശിക്കാം.